എന്താ എന്റെ മറ്റേ കാര്യം? മറ്റേ കാര്യം മറ്റേ കാര്യം ആൾക്കാരെ അവിടെ പറഞ്ഞിട്ടുണ്ടാക്കണം. നിങ്ങൾ വേറെ സ്വീപ്പുണ്ടാക്കാൻ നിൽക്കരുത്. അതല്ലടാ എന്റെ ഇത് വീടിന്റെ ഇത് തറ അളക്കാൻ വേണ്ടി. അത് ശരി, വീടിന്റെ. ഞാൻ വിചാരിച്ചു അതെന്താ കാര്യം? അതൊന്നുമില്ല, വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കണ്ട. എന്താണ് വീടിന്റെ കാര്യം എന്ന് വെച്ചാൽ അതിങ്ങനെ നടക്കുകയാണെന്നേ. വെറുതെ ഒരുപാട് ഓട്ടായി ഓടുന്നു. ഇനിയിപ്പോ നടക്കില്ല, എനിക്കറിയില്ല കേട്ടോ. നടന്നിട്ടില്ല, ഒന്നും ശരിയായിട്ടില്ല. അല്ല, നിങ്ങളുടെ സെപ്റ്റി ടാങ്കിന്റെ കാര്യം എന്തായി? ഒന്നും കുഴപ്പമില്ല, അതൊക്കെ ശരിയാക്കി. എങ്ങനെ ശരിയാക്കി? നമ്മുടെ ലോലിത സാറില്ലേ, മൂപ്പര് വന്ന് നടന്നു നോക്കിയപ്പോ എന്താണ് 7 മീറ്റർ ഉണ്ട്. അപ്പൊ അയലോക്കാരന്റെ വീടിന്റെ അവിടെ നിന്ന് ഈ സെപ്റ്റി ടാങ്ക് നിൽക്കുന്ന സ്ഥലത്തേക്ക് 6 മീറ്റർ നടന്നിട്ട് 6 മീറ്റർ തന്നെ ആയിരുന്നു. അതിപ്പോ ലോലിത സാറ് വന്ന് നടന്നപ്പോ 7 മീറ്റർ ആയി. അതെങ്ങനെ? ഞാൻ മൂപ്പരനെ ചെന്ന് കണ്ടു. അപ്പൊ മൂപ്പരുടെ താല്പര്യം അനുസരിച്ച് ഒന്ന് ഞങ്ങള് പോയിട്ട് എന്താ കാട്ടി? കാറ്റല്ല, ഒരു 5000 ഉറുപ്പ്യ അങ്ങോട്ട് കൊടുത്ത്. അതല്ലേ, നിങ്ങളൊരു കാര്യം ചെയ്യും, എന്റെ അതും കൂടെ ഒന്ന് ശരിയാക്കി തരുന്നു. ശരിയാക്കി തരാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനും ജോലിയൻ സാറിന് കൊടുത്തതിന്റെ പകുതി തരേണ്ടി വരും. പൈസ അത് വേണ്ട, തമാശക്കൊന്നും നടക്കില്ല. ഞാൻ കായ് കൊടുത്തിട്ട് പഠിച്ച മാജിക്കാണ്. എന്താ ഈ പഞ്ചായത്തുകാരല്ല, ഈ തീരദേശ സംരക്ഷണ അങ്ങനെ എന്തോ വകുപ്പാണ്. അത് അവരൊക്കെ വന്നിട്ട് വേണം അത് നോക്കാനേ. അത് ശരി, അത് കുഴപ്പമില്ല. അവര് തീരദേശല്ല, ആകാശത്തു നിന്ന് വന്ന് നമുക്ക് ശരിയാക്കാനുള്ള പരിപാടി ഉണ്ട്. ഈ അതിനുള്ള നിലപാട് എങ്ങനെയാ വെച്ചാൽ കണ്ടാ ശരിയാക്കി തരാറ്. ഞാൻ വരണ്ട്, ഈ അളക്കാൻ വരുമ്പോ എന്നെ വിളിക്കും. വരണ ദിവസം ഞാൻ നിങ്ങളെ അറിയിക്കാം. ആയിക്കോട്ടെ, എന്നെ വിളിച്ചാൽ ഞാൻ എന്റെ മാജിക്ക് അവിടെ കാണിച്ചാൽ എനിക്ക്. 100 മീറ്ററാണ് തീരദേശ നിർമ്മാണ നിയമം. കായൽ തീരവും ഫൗണ്ടേഷനും തമ്മിലുള്ള അകലം 100 മീറ്ററിന് താഴെയാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ ചില കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടി വരും. അതെ. പിന്നെ ഇവിടെ വീശുന്ന കാറ്റിന്റെ തീവ്രത, കാറ്റിന്റെ ദിശ, പിന്നെ നമ്മുടെ ഈ കായലിലെ ആഴം, പിന്നെ ആ വെള്ളത്തിന്റെ ഓളത്തിന്റെ അനക്കം, ഇതൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ അല്ല സാറേ, ഇതിപ്പോ നമ്മൾ ഇത് ദൂരെ അളക്കണ സമയത്ത് 100 മീറ്റർ ഉണ്ട് വെച്ചാ പിന്നെ അടങ്ങറില്ലല്ലോ. ഇടങ്ങാറോ? എന്തിടങ്ങാറ്? അതെ, അത് അളക്കണ സമയത്ത് ഇപ്പൊ 100 മീറ്റർ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ഈ വേറൊരു പഠനം ചർച്ചയുടെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കാം. അല്ല, അങ്ങനെ പിന്നെ പ്രശ്നമൊന്നുമില്ല. 100 മീറ്റർ ഉണ്ടേ, അല്ലാതെ അളന്നു നോക്കണല്ലോ. നോക്കണം. ഈ ടേപ്പിന്റെ അറ്റം ആ കായൽ തീരത്തുള്ള ഒരു പുറമ്പോക്ക് കല്ലുണ്ട്, അവിടെ പിടിക്കും. ആരെ പിടിക്കണം? ഞാൻ പിടിച്ചോളാം. ഇത് അവിടെ പോയി പിടിക്കാം, കായലിന്റെ തീരത്തെ കല്ലില്ലേ. ആയിക്കോട്ടെ, വലിച്ചു പൊട്ടിക്കരുത്. ഡിപ്പാർട്ട്മെന്റിൽ ഒരു ടൈപ്പ് ആയിക്കോട്ടെ. ഇവിടെ അല്ലേ സാറേ? പിടിച്ചോ വലിച്ചോ. സാറേ 100 ആയല്ലോ. മാഡം, ഇത് കണ്ടോ? 100 പോയിട്ട് 1/2 മീറ്ററും അധികം ഉണ്ട്. ഈ പഞ്ചായത്തുകാർക്ക് അളക്കാനോ വല്ല അറിയാമോ? വെറുതെ ഈ പാവങ്ങളിട്ട് വലിച്ചില്ല മാഡം. ശരിയാണോ? അളവ് ശരി തന്നെയാണ്. അളവ് ബാക്കിന്റെ ലേശം. അതെ. പിന്നെ ഇവിടുത്തെ ആരാന്ന് പറഞ്ഞ, ആരാ മോളെന്ന് പറഞ്ഞ? ചന്ദ്രശേഖരന്റെ. അറിയോ? അറിയോന്നാ? അമ്മയ്ക്ക് സുഖമാണല്ലേ? ഓ, സുഖാണ്. അവള് അവിടെ അളന്നു നോക്കിയപ്പോ 1/2 മീറ്ററോളം പിന്നീണ്ട് തറയിലേക്ക്. അതല്ലേ പായ മേജിക്ക് എന്ന് പറഞ്ഞ്. ഞാൻ ആ ചങ്ങായി അങ്ങോട്ട് നോക്കിയപ്പോ ഒരു 4 മീറ്റർ അങ്ങോട്ട് അടന്ന് വെള്ളത്തിൽ കിട്ട്.